ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം? അപ്പൊ ഇന്ന് നമ്മളെ പാർട്ട് 3 ഓഫ് സർപ്രൈസിങ് കൊറിയറിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. ഇതാണ് അതിൽ വരുന്ന പാർട്സ് ഒക്കെ. ഇതാണ് എന്റെ യൂസർ മാനുവൽ. പേര് അനസ് എന്ന് പറയും. നിങ്ങൾക്ക് അതിൽ തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. എന്നെ പോലെ പൊട്ടത്തരം മാത്രം നിങ്ങൾ കയ്യിലിരിപ്പിച്ചെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു യൂസർ മാനുവലിനെ ഹയർ ചെയ്യാവുന്നതാണ്. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് തന്ന എല്ലാ ബോർഡ്സിന്റെ മുകളിലും ഓരോ നമ്പേഴ്സ് അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്പേഴ്സ് ഈ യൂസർ മാനുവലിൽ കാണിക്കുന്നതിനനുസരിച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാര്യം വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അവസാനം എത്തുമ്പോൾ നമ്മളാകെ തളരും. അത് വേറെ കഥ. ഈ ഓരോ ബോർഡ്സിന്റെ സൈഡിലായിട്ടും ഓരോ ഓട്ടകൾ തന്നിട്ടുണ്ടാവും. ഒരു അത്യാവശ്യം വലിയൊരു ഹോള് തന്നിട്ടുണ്ടാവും. ആ ഹോളിന്റെ ഉള്ളിൽ നമ്മൾ വുഡൻ ഡബിൾസ് അവർ തന്നിട്ടുണ്ട്. അതാദ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ട് ബോർഡ്സും കൂടി ചേർക്കുമ്പോഴാണ് നമ്മളത് സ്ക്രൂ ചെയ്യേണ്ടത്. അങ്ങനെ ടൈറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്യണം ആദ്യം വേണ്ടത്. വല്ലാതെ അമർത്തി പിടിച്ച ആ ബോർഡ് ഉള്ളിക്കാക്കരുത്. പിന്നെ നമ്മൾ അയിമ കിടന്ന് പണിയെടുക്കേണ്ടി വരും. ആക്ച്വലി ഗൈസ്, ഈ സാധനം എന്റെ കൈ കിട്ടിയെന്ന് തന്നെ ഞാൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കൂടി കഴിക്കാതെ കഷ്ടപ്പെട്ട് ഞാൻ ഇരുന്നിട്ട് മേക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 7 മണി 8 മണി ആയിക്കാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കും. പക്ഷെ ഡ്യൂ ടു സം പേഴ്സണൽ ഇഷ്യൂസ് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇത്രയും ദിവസം. സോ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എന്നെ കുറെ മിസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ആരും കാണാൻ മറക്കരുത്, ഓക്കെ? അങ്ങനെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു മുക്കിൽ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും സ്ക്രൂ ചെയ്യാൻ വലിയ പണിയില്ല. നമുക്ക് ഒരാൾക്ക് തന്നെ എല്ലാം ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബോർഡ്സും അതിന്റെ മുകളിലുള്ള നമ്പേഴ്സും ചേഞ്ച് ആവാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ സ്ക്രൂ ചെയ്യുമ്പോൾ ഒന്ന് ചെരിഞ്ഞു പോവാതെ സ്ട്രൈറ്റ് ആക്കി ചെയ്യും. ഇതാണ് എന്റെ ഏകദേശം ലുക്കൊക്കെ വരുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പണി പെട്ടത് ഈ വലിയ ബോർഡിന്റെ മുകളിൽ സ്ക്രൂ ചെയ്യുന്ന സമയത്താണ്. അത് സ്ക്രൂ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അതിന്റെ ഉള്ളിലൊരു മിനി ഫിക്സ് ഹൗസിംഗ് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ തിരികെ വെക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ ഇരുന്ന് മെനക്കെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും. പക്ഷെ ശരിയാവണില്ല. 2 എണ്ണം പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ശരിയായി. ബാക്കി 2 എണ്ണം എന്ത് ചെയ്തിട്ട് റെഡി ആവണില്ല. ഞാനാകെ തളർന്നു പോയി. അപ്പോഴാണ് എന്റെ മാപ്പിള പറഞ്ഞത് ആ ടോപ്പിലുള്ള ഏറ്റവും വലിയ ബോർഡ് ഒന്ന് പൊക്കിയിട്ട് മിനി ഫിക്സ് ഹൗസിംഗ് ഒന്ന് അതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാന്. അപ്പൊ കറക്റ്റ് ആയി എല്ലാതും. ഫൈനലി കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ടാബിൾ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു മനുഷ്യന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇങ്ങനത്തെ വല്ല കാര്യങ്ങളുള്ളപ്പോ അതിന്റെ ഉദ്ഘാടനം മൂപ്പരാണ് നിർവഹിക്കുക. അപ്പൊ ഇതാണ് എന്റെ ടാബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.